തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്കൂട്ടറും KSRTC ബസും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരായ പരവൂർ സ്വദേശി ശ്യാം ശശിധരനും ഭാര്യ ഷീനയുമാണ് മരിച്ചത്. തിരുവനന്തപുരത്തു നിന്നാണ് ഈ അപകടത്തിന്റെ വാർത്ത വരുന്നത്. കല്ലമ്പലത്ത് വെച്ചാണ് ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ KSRTC ബസുമായി കൂട്ടിയിടിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലേക്കുള്ള KSRTC ബസുമായിട്ടാണ് ഈ സ്കൂട്ടർ ഇടിച്ചത്. പരവൂർ സ്വദേശിയായ ശ്യാം ശശിധരനും ഭാര്യ ഷീനയുമാണ് മരിച്ചത്. ആറ്റിങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മകളെ കാണാൻ പോവുകയായിരുന്നു ദമ്പതികൾ. ശ്യാം ശശിധരൻ സംഭവസ്ഥലത്ത് വെച്ചും ഷീന ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. റിനു ശ്രീധരനുണ്ട് വിശദാംശങ്ങളുമായി. റിനു, എപ്പോഴായിരുന്നു അപകടം? ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് കല്ലമ്പലത്ത് വെച്ച വലിയൊരു അപകടം ഉണ്ടായത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് വാഹനാപകടത്തിൽ ദമ്പതികളായിട്ടുള്ള 2 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. സ്കൂട്ടർ യാത്രക്കാരായിട്ടുള്ള പറവൂർ സ്വദേശി ശ്യാം ശശിധരനും അതുപോലെ തന്നെ ഭാര്യ ഷീനയുമാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലേക്കുള്ള KSRTC, അതായത് മാള ഡിപ്പോയിലെ ബസ്സാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലേക്ക് നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ആറ്റിങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മകളെ കാണാൻ വേണ്ടി ഇവർ പോവുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്യാം ശശിധരൻ സംഭവ സ്ഥലത്ത് വെച്ചും അതുപോലെ തന്നെ ഷീന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയും മരിച്ചു എന്നുള്ള വിവരവും നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് കല്ലമ്പലത്താണ് സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾ അവരുടെ വാഹനത്തിലേക്ക് KSRTC ബസ് ഇടിച്ച് അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. പരവൂർ സ്വദേശിയായ ശ്യാം ശശിധരനും ഭാര്യ ഷീനയുമാണ് മരിച്ചത്. റീനു, രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ലേ? അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ? ഈ സംഭവം നടന്ന സമയത്ത് തന്നെ നാട്ടുകാരും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി. തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക്, അതിനു മുമ്പ് തന്നെ നാട്ടുകാർ ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഈ ശ്യാം ശശിധരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. ഈ ബസ് നിയന്ത്രണം വിട്ട് ഇവരെ വാഹനത്തിലേക്ക്, അതായത് ഇരുചക്ര വാഹനത്തിലേക്ക് ഇടിച്ചു. തുടർന്ന് തെറിച്ചു വീഴുകയായിരുന്നു ഇവർ 2 പേരും എന്നുള്ളതാണ്. എന്തായാലും ചാത്തൻപാറ KTDC ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു 2 പേരെയും. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. ഭാര്യ ആശുപത്രിയിൽ എത്തിക്കുന്ന വഴിയിലാണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ദാരുണമായ വാർത്ത വരുന്നത്. ദമ്പതികൾ വാഹനാപകടത്തിൽ മരിച്ചു. പരവൂർ സ്വദേശികളാണ് മരിച്ചത്.